വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവചരിത്രം ചെറിയ രീതിയിൽ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഷറഹിൻ്റെ ആമുഖമാണ് വായിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അൽ-റിസാലത്തുല്ലത്തി ബൈന ഐദീന റിസാലത്തുൻ അലീമ. നമ്മുടെ മുമ്പിലുള്ള ഈ റിസാലത്തുൻ അലീമ ഏറെ മഹത്വമുള്ള ഒരു റിസാലയാണ്. ഇസ്തമലത്ത് അല അഷ്റത്തി നവാഖില മിൻ നവാഖിലിൽ ഇസ്ലാം. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽപ്പെട്ട 10 നാക്കിലുകൾ ഉൾക്കൊണ്ട ഒരു റിസാലയാണിത്. നാക്കിലുൻ എന്നതിൻ്റെ ജംആണ് നവാഖിൽ. ഇസ്മു ഫായിൽ വന്ന ഗൈറു ആക്കിലിനെ ജമ്മാക്കുമ്പോൾ ഫവായിൽ വസിനിലാണ് ജമ്മാക്കുക. നാക്കിൽ, നവാക്കിൽ. നഖല യൻകുലു നഖ്ലൻ എന്ന് പറഞ്ഞാൽ ബാത്തിലാക്കി കളയുന്നത്, മുറിച്ച് കളയുന്നത് എന്നാണ് അർത്ഥം. ഖുർആനിൽ ഇത് 3 വന്നിട്ടുണ്ട്. മാലിയും മുലാരിയും മസ്തറും വന്നിട്ടുണ്ട്. ലാ തകൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നഖല പൊളിച്ചു കളഞ്ഞ, മുറിച്ച് കളഞ്ഞ, ബാത്തിലാക്കി കളഞ്ഞ എന്നർത്ഥം നഖല. അതേപോലെ തന്നെ വലാ തൻകുലു അൽ ഐമാന ബഅദ തൗകീദിഹ എന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. ലാ തൻകുലു, നിങ്ങൾ ബാത്തിലാക്കി കളയരുത്, പൊളിച്ച് കളയരുത്. അതുപോലെ തന്നെ ഫബിമാ നഖ്ലിഹിം മീസാഖഹും ലഅന്നാഹും എന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഫബിമാ നഖ്ലിഹിം മീസാഖഹും. മാലി മുലാരി മസ്തറും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുറിച്ച് കളയുക, പൊളിച്ച് കളയുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നാഖിലുൻ, മുറിച്ച് കളയുന്നത്, ബാത്തിലാക്കി കളയുന്നത് എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് നവാഖിൽ. മിൻ അഷ്റത്തി നവാഖില മിൻ നവാഖിലിൽ ഇസ്ലാം. ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന 10 കാര്യങ്ങൾ എന്നാണ് നവാഖിലുൽ ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹാദിഹിൻ നവാഖിലു ഖസ്സഹ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദൂന ഗൈരിഹ ബിത്തഅലീഫ്. ഈ നവാഖിലുകളെ മാത്രം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി പറഞ്ഞു. ഖസ്സഹ, പ്രത്യേകമാക്കി 10 കാര്യങ്ങളെ മാത്രം. ദൂന ഗൈരിഹ, മറ്റിനെ വേറൊന്നും പറഞ്ഞിട്ടില്ല. 10നെ മാത്രമാണ് പറഞ്ഞത്. ബിത്തഅലീഫ്, തഅലീഫ് കൊണ്ട് പ്രത്യേകമാക്കി. ഖസ്സ ബിത്തഅലീഫ്, ഈ 10നെ മാത്രം അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ്? ലി അന്നഹ ഉസൂലുഹ, ഈ 10 കാര്യങ്ങൾ ഇസ്ലാം മുറിച്ച് കളയുന്ന കാര്യങ്ങളിലെ അസ്ലുകളാണ്. വ ഉമ്മുഹ, അടിസ്ഥാനങ്ങളാണ്. വ മുജ്മഉൻ അലൈഹ, പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള മസലകളാണ് ഈ 10 അതുകൊണ്ടാണ് ഇസ്ലാം മുറിച്ച് കളയുന്ന, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇസ്ലാമിനെ പൊളിച്ച് കളയുന്ന ധാരാളം നാക്കിലുകൾ ഉണ്ടായിട്ടും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ 10 കാര്യങ്ങളെ പറയാൻ കാരണം ഈ 10 ഉസൂലായതുകൊണ്ടാണ്, മുജ്മഉൻ അലൈഹ ആയതുകൊണ്ടാണ്. മഅ കസ്റത്തി ഇന്തിശാരിഹ വൽ ഇബ്തിലാഇ ബിഹ. അതേപോലെ തന്നെ ഈ 10 കാര്യങ്ങൾ
സമൂഹത്തെ എല്ലാവർക്കിടയിലും വ്യാപിച്ചതാണ്, ഇന്തിഷാറായതാണ്. അതുപോലെ തന്നെ പലരും ഈ 10 കാര്യങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പലരും ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 10 കാര്യങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകമായി ഗ്രന്ഥരചന നടത്തിയത് എന്ന്. വലാ ശക്ക അന്ന അഗ്ലാ മാ യംലികുഹുൽ ഇൻസാനു ഫി ഹാദിഹിൽ ഹയാതി ഹുവ ദീനുൽ ഇസ്ലാം. സംശയമില്ലാത്ത കാര്യമാണ്, ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഉടമപ്പെടുത്തുന്ന ഏറ്റവും മൂല്യമുള്ള വസ്തു അവൻ്റെ ദീനാണ്. അഗ്ല എന്ന് പറഞ്ഞാൽ ദീന് അല്ല, അഗ്ല എന്ന് പറഞ്ഞാൽ മുന്തിയത്, ഏറ്റവും വിലപിടിപ്പുള്ളത്. അഗ്ലാമ യംലികുഹു അൽ ഇൻസാൻ, മനുഷ്യൻ ഉടമപ്പെടുത്തുന്ന ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയുള്ള വസ്തു ഹുവ ദീനുഹു, അത് അവൻ്റെ ദീനാണ്. ദീനോട് ഉദ്ദേശം ദീനുൽ ഇസ്ലാം. ഫഹുവ അഅലമു നിഅമത്തിൻ അൻഅമഹ അല്ലാഹു അസ്സ വജല്ല അലൽ മുസ്ലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും ആഴമായ മഹത്വമുള്ള ഒരു നിഅമത്താണ് ദീനുൽ ഇസ്ലാം. വകൗനുൽ മുസ്ലിമി യഅരിഫു മാ യുഹില്ലു ബിഹാദ ദീൻ അൽ അലീമ മിൻ അസ്ലിഹി ഔ മാ യുഹില്ലു ബികമാലിഹി അംറു മുഹിമ്മുൻ ജിദ്ദ. വകൗനുൽ മുസ്ലിമി യഅരിഫു മാ യുഹില്ലു ബിഹാദ ദീൻ അൽ അലീം, ഈ മഹത്തായ ദീനിനെ പൊളിച്ചു കളയുന്ന, മിൻ അസ്ലിഹി, ഇതിൻ്റെ അടിയിൽ തന്നെ, അസ്ലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിത്തറയിൽ തന്നെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അഹല്ല യുഹില്ലു, ഇഖ്ലാൽ എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് വരുത്തുക, ഡാമേജ് വരുത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് അറിയുക എന്നത്, ഔ മാ യുഹില്ലു ബി കമാലിഹി, അല്ലെങ്കിൽ ദീനിൻ്റെ പൂർണ്ണതയെ സ്ക്രാച്ച് വരുത്തുന്ന കാര്യങ്ങളെ അറിയുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഇങ്ങനെ മിൻ അസ്ലിഹി ബി കമാലിഹി എന്നൊരു പ്രയോഗിക്കും. കാരണം ഇസ്ലാമിനെ പാടെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, ഇസ്ലാമിൻ്റെ പൂർണ്ണതയെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ അതിന് പറയുന്ന പ്രയോഗങ്ങൾ, ഇസ്ലാമിനെ പാടെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾക്ക് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയും. ഇസ്ലാമിൻ്റെ പൂർണ്ണതയെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾക്ക് മുൻഖിസാത്തുൽ ഇസ്ലാം എന്ന് പറയും. ഇസ്ലാമിനെ കുറവ് വരുത്തുന്ന കാര്യങ്ങൾ നവാഖിദും മുൻഖിസാത്തും. നവാഖിദ് പറഞ്ഞാൽ നാക്കിദ്, ഏതെങ്കിലും ഒരു നാക്കിൽ ചെയ്താൽ അവൻ്റെ ഇസ്ലാമേ ബാത്തിലാവും, കാഫിറാവും. മുൻഖിസാത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല, അവൻ്റെ ഇസ്ലാം ഈമാൻ കുറയും. ഇതാണ് നവാഖിദും മുൻഖിസാത്തും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. കൗനുൽ മുസ്ലിം യാരിഫു മാ യുഹില്ലു ബിഹാദ ദീനി അൽ അലീമി മിൻ അസ്ലിഹി ഔ മാ യുഹില്ലു ബി കമാലിഹി. ദീനിനെ അതിൻ്റെ അസിലിൽ നിന്ന് തന്നെ ഇഖ്ലാൽ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ പൂർണ്ണതയെ ഇഖ്ലാൽ ചെയ്യുന്നതുമായ കാര്യങ്ങൾ അറിയുക എന്നത് അംറു മുഹിമ്മുൻ ജിദ്ദ, ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വലിദാലിക ഫഇന്ന ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു കാന യസ്അലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനി ശർ. അതുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ഷർറിനെ കുറിച്ച് റസൂലിനോട് ചോദിക്കുമായിരുന്നു. മഖാഫത യഖാഫി, അദ്ദേഹം അതിൽ പെട്ടുപോകുമെന്ന് പേടിച്ചിട്ട്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എല്ലാവരും ഖൈറിനെ കുറിച്ചാണ് ചോദിക്കുക, ഞാൻ റസൂലുള്ളാഹിനോട് ഷർറിനെ കുറിച്ചാണ് ചോദിക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന്. ഫദിറാസത്തു ഹാദിഹി റിസാല വമുദാറസത്തുഹാ വമാരിഫത്തു ഹാദിഹി നവാഖിൽ വഖുസൂസൻ ഫി വഖ്തിനാ ഹാദാ മുഹിമ്മുൻ ജിദ്ദ. ഈ റിസാല പഠിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലുമെല്ലാം, ഈ നവാഖിലെ കുറിച്ച് അറിയലുമെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വഖുസൂസൻ ഫി വഖ്തിനാ ഹാദാ മുഹിമ്മുൻ ജിദ്ദ, ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഹത്താ യകൂന അലാ ബയ്യിനത്തിൻ മിൻ അംരി, അവൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക രേഖ ഉണ്ടാകാൻ വേണ്ടി, തെളിവുണ്ടാകാൻ, ഒരു വ്യക്തമായ നിലപാടിൽ അവനാകാൻ വേണ്ടിയിട്ട്. അല ബയ്യിനത്തിൻ മിൻ അംരി, നമ്മുടെ ദീനി വിഷയങ്ങളിൽ നമുക്ക് നല്ല കാഴ്ചപ്പാട് വേണം, എന്നാലേ ശരിയായ റൂട്ടിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ശരിയായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. വയകൂന മുലിമ്മൻ ബിമാ യഖ്ദിശു തൗഹീദ, അതുപോലെ തന്നെ തൗഹീദിനെ പൊളിച്ചു കളയുന്ന, ഖദശ യഖ്ദിശു, ഖദശ് എന്ന് പറഞ്ഞാൽ തൊലിയൂരിക്കളയുക, തൊലിയൂരി തന്നെ ഖദശ യഖ്ദിശു, തൗഹീദിൻ്റെ തൊലിയൂരിക്കളയുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയൽ. അലമ്മ ബി എന്ന് പറഞ്ഞാൽ അറഫ, അറിയുക. വയകൂന മുലിമ്മൻ ബിമാ യഖ്ദിശു തൗഹീദ്, തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ അറിയുന്നത് വരെയും അതും അറിയണം. അങ്ങനെ അറിയുമ്പോഴാണ് നിലപാട് ശരിയായ രീതിയിൽ നിൽക്കാൻ നമുക്ക് പറ്റുക. അതേപോലെ തന്നെ വയൻകുസു ദീനഹു വ ഇസ്ലാമഹു, അവൻ്റെ ദീനിനെയും ഇസ്ലാമിനെയും
പൊളിച്ചു കളയുന്ന. നഖസ എൻകുസു, നഖസ് എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തുന്ന. നഖസ ലാസിമായിട്ടും മുത്തദ്ദിയായിട്ടും പ്രയോഗിക്കാറുണ്ട്. ഇവിടെ മുത്തദ്ദിയായിട്ട് വന്നിട്ടുള്ളത് വയൻകുസു ദീനഹു വ ഇസ്ലാമഹു. വലിഹാദ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഹുവ ഇമാമുൽ ഹുനഫ സാല റബ്ബഹു അയ്യഖിയഹു ഇബാദത്തൽ അസ്നാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം മുവഹിദീങ്ങളുടെ ഇമാമാണ്. ഋജുമനസ്കരുടെ ഹുനഫ, ഹനീഫുൻ ജമു ഹുനഫ, പക്ക ക്ലിയർ തൗഹീദുള്ള ആൾക്കാർ, അവരുടെ ഇമാമാണ്. എന്നിരിക്കെ സാല റബ്ബഹു അയ്യഖിയഹു ഇബാദത്തൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. ഖാല വജുനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം എന്ന് അദ്ദേഹം പറഞ്ഞു. വലം യഖുൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബി ലാ തജഅൽനി അഅ്ബുദുൽ അസ്നാം, റബ്ബേ ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരാൾ നീ എന്നെ ആക്കല്ലേ എന്നല്ല പറഞ്ഞത്. ബൽ ഖാല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് യാ റബ്ബി ഇജ്അൽനി ഫി ജാനിബിൻ വ ഇബാദത്തൽ അസ്നാമി ഫി ജാനിബിൻ ആഖർ വജുനുബിനി, എന്നെ മാറ്റപ്പോൾ രണ്ടിനും രണ്ട് ജാനിബിലാക്കണേ, എന്നെ വേറെ അതിനെ വേറെ, രണ്ടിനും രണ്ട് ജാനിബിലാക്കണേ എന്നാണ്. ഫഹുവ സഅല അല്ലാഹ ജല്ല വഅല അൻ യഖിയഹു അശ്ശിർക വ വസായിലഹു. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചത് ഷിർക്കിനെ രക്ഷപ്പെടുത്താൻ മാത്രമല്ല, മറിച്ച് ഷിർക്കിൻ്റെ വഴികളിൽ നിന്നും രക്ഷപ്പെടുത്താനും കൂടിയാണ് ചോദിച്ചത്. ഷിർക്കിനെയും ഷിർക്കിൻ്റെ വസായിലുകളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ, രക്ഷിക്കണേ എന്നാണ് ചോദിച്ചത്. ഫഹു അലൈഹിസ്സലാത്തു വസ്സലാം ലം യസ്അലില്ലാഹ അസ്സ വജല്ല അൽ വിഖായത മിന ശിർക്കി വഹദ ഫഖത്ത്, ഷിർക്കിൽ നിന്നും അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് മാത്രമല്ല പറഞ്ഞത്. ബൽ സഅലല്ലാഹ അസ്സ വജല്ല അൻ യഖിയഹു വശിർക വവസായിലഹു വദറായിഹു, ഷിർക്കിൽ നിന്നും രക്ഷപ്പെടുത്തണം, ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴികളിൽ നിന്നും രക്ഷപ്പെടുത്തണം. വസീലത്തുൻ ജമു വസായിൽ, ദരിയത്തുൻ ജമു ദറായ, വഴി, മാർഗം. വമിൻ ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്തിആദതു മിനശ് ശിർക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ് ഷിർക്കിൽ നിന്നും കാവൽ തേടുക എന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം ഷിർക്കിൽ നിന്നും കാവൽ തേടിയിരുന്നു, ഷിർക്കിൻ്റെ വഴികളിൽ നിന്നും കാവൽ തേടിയിരുന്നു. ഇവരൊക്കെ മുവഹിദീങ്ങളുടെ ഇമാമുമാരായിരിക്കെ തന്നെ. വശൈഖു റഹിമഹുല്ലാഹു തആല ഫി കിതാബിഹി അൽ അലീം കിതാബി തൗഹീദ് വബവ്വബ ബാബൻ മുസ്തഖില്ലൻ ബിഉൻവാനി ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. ബവ്വബ ബാബൻ മുസ്തഖില്ലൻ, സെപ്പറേറ്റ് ഒരു ഹെഡിങ്. എന്താണ്ടിക്ക് ബാബു അൽ ഖൗഫി മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുമുള്ള പേടി. അൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുമുള്ള പേടി എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വദക്കറ മാ യതഅല്ലഖു ബിദാലിക മിൻ അദില്ലത്തി മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ധാരാളം ആയാത്തുകളും ഹദീസുകളും അദ്ദേഹം തെളിവായിട്ടും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഷിർക്കിനെ പേടിക്കണമെന്ന്, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന, തൗഹീദിനെ പൊളിച്ചു കളയുന്ന കാര്യങ്ങളെ പേടിക്കണം. മുവഹിദീങ്ങളുടെ ഇമാമായ ഇബ്രാഹിം നബി പോലും പേടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദുആ ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹു അതിൽ നിന്നും കുഫറിൽ നിന്നും ഫഖറിൽ നിന്നും, കുഫറിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ, ഉറുമ്പ് അയഞ്ഞു കയറുന്നതിനേക്കാൾ ഗോപ്യമായി ഷിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, അതിനേക്കാൾ ഗോപ്യമാണ് ഷിർക്ക് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരാം, അത് നീ കൃത്യമായി പറയുകയാണെങ്കിൽ നീ ഷിർക്ക് ചെറുതും വലുതും കുറച്ചും കുറേ എല്ലാം ഷിർക്ക് നിൽ നിന്ന് ഇല്ലാണ്ടായി പോകുമെന്ന് പറഞ്ഞു. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ, പഠിപ്പിക്കപ്പെടുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നർത്ഥം. വസനതനാവലു ഹാദിഹി റിസാല നവാഖിദുൽ ഇസ്ലാം ബിശ്ശർഹി ഫി ഹാദിഹി സഫഹാത്തി ബിഇദ്നില്ലാഹി തആല. തനാവല ബി, നമ്മൾ തനാവല എന്നുള്ളത് ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥം വെക്കും. തനാവല ഭക്ഷണം കഴിക്കുന്നതിന് തനാവല പ്രയോഗിക്കും, എടുത്തു എന്നതിന്, ഉപയോഗിച്ചു എന്നതിനൊക്കെ തനാവല പ്രയോഗിക്കും.
തനാവൽ ആദിഹി ദിസലി ബി എന്നുള്ളത് സിലയല്ല, അത് ഹർഫുജറ്. സനതനാവലു ആദിഹി ദിസാലത്ത നവാഖിദുൽ ഇസ്ലാം ബിശ്ശറഹ്. ഈ കിതാബിനെ നവാഖിദുൽ ഇസ്ലാം എന്ന കിതാബിന് നമ്മൾ ഇൻഷാ അല്ലാഹ് ശറഹ് ചെയ്യും എന്നർത്ഥം, ഈ വരാൻ പോകുന്ന പേജുകളിൽ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഷാരിഹിൻ്റെ മുഖദ്ദിമ. അദ്ദേഹം ഒരു ഫസ്റ്റ് ഭാഗം വിശദീകരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവാഖിദുൽ ഇസ്ലാം എന്ന ഭാഗത്തിന് കൊടുത്ത താരീഖ്. കാല ഷെയ്ഖു അബ്ദുർ റഹ്മാൻ അൽ ബറാഖ് ഹഫിദഹുല്ലാ ഹൗല തസ്മിയത്തി റിസാല ബി നവാഖിദുൽ ഇസ്ലാം. ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ അൽ ബറാഖ് നവാഖിദുൽ ഇസ്ലാം എന്ന ഈ പേര് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബിന് കൊടുക്കാനുള്ള കാരണം പറയാണ്. വശൈഖു ലഹു തഅബീറാത്തുൻ ജമീല വ ദഖീഖ. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വളരെ മനോഹരമായ പ്രയോഗങ്ങളുണ്ട്, വളരെ സൂക്ഷ്മമായ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ തസ്മിയത്തു റിസാലത്തഹു ബി നവാഖിദുൽ ഇസ്ലാം തുഷാബിഹു മാഫി അബ്വാബിൽ ഫിഖ് നവാഖിദുൽ വുദു. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ റിസാലക്ക് നവാഖിദുൽ ഇസ്ലാം എന്ന പേര് കൊടുത്തത് തുഷാബിഹു മാഫി അബ്വാബിൽ ഫിഖ്, ഫിഖിൻ്റെ ഗ്രന്ഥങ്ങൾ വരുന്നതിനോട് സദൃശ്യമുണ്ട്. ഇത് നവാഖിദുൽ വുദു, വുദുവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ് നവാഖിദുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലത്തി തുബ്തിലു തഹാറ. നവാഖിദുൽ വുദു എന്ന് പറഞ്ഞാൽ തഹാറത്തിനെ, ശുദ്ധിയെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്നാണ് അർത്ഥം. ഫൽ ഇസ്ലാമു ഫീഹി തുഹൂറും മിൻ ജിഹത്തി അന്നഹു അഖ്ദുൻ ബൈനൽ അബ്ദി വ റബ്ബി. ഇസ്ലാം അതിലെന്തുണ്ട്? ശുദ്ധിയുണ്ട്, തുഹൂറുണ്ട്. ഒരു ഏത് രീതിയിലൂടെ? ഇത് അടിമയും റബ്ബും തമ്മിലുള്ളൊരു കരാറാണ്. അഖ്ദുൻ ബൈനൽ അബ്ദി വ റബ്ബി. ഫൈദ ഷഹിദൽ ഇൻസാനു വശഹാദത്തൈനി ഫഖദ് അഖദ മഅ റബ്ബിഹി അൻ യുവഹിദഹു വ അൻ യഅബുദഹു വ അൻ യത്തബിയ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വ്യക്തി രണ്ട് ഷഹാദത്ത് കലിമ ഷഹാദ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുവിനോട്, അവൻ്റെ റബ്ബിനോട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഫഖദ് അഖദ മഅ റബ്ബിഹി, തൻ്റെ റബ്ബിനോട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. എന്താ കരാറ്? അൻ യുവഹിദഹു, അള്ളാഹുവിന് തൗഹീദ് നൽകുമെന്ന്, അള്ളാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുമേ എന്നുള്ളത്. വ അൻ യഅബുദഹു, അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് നൽകുള്ളൂ എന്നതിൽ കരാറിൽ ഏർപ്പെടാണ്. വ അൻ യത്തബിയ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുമെന്നും അള്ളാഹു കരാർ കൊടുക്കുകയാണ്. ഒരു കരാറാണ് ഷഹാദത്ത്. വഹാദ ആലമുൽ ഉഖൂദ്, ഏർപ്പെടുന്ന കരാറുകൾ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു കരാറാണ് ഈ കരാറ്. വ അസ്ബാബുൽ റിദ്ദത്തി നഖ്ലുൻ ലിഹാദൽ അഖ്ദ്. അപ്പോൾ മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ കരാറിനെ പൊളിച്ചു കളയലാണ്, കരാർ ബാത്തിലാക്കലാണ്. മുർത്തദ്ദായി അസ്ബാബുൽ റിദ്ദ എന്ന് പറഞ്ഞാൽ മുർത്തദ്ദായി പോകുന്ന കാര്യങ്ങൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നഖ്ലുൻ പൊളിച്ചു കളയലാണ്, ബാത്തിലാക്കി കളയലാണ് ലിഹാദൽ അഖ്ദ് ഈ കരാറിനെ. ഫകമ അന്ന നവാഖിദുൽ വുളു മുഫ്സിദാത്തുൻ തുബ്തിലു തഹാറ. വുളുവിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ശുദ്ധിയെ ബാത്തിലാക്കി കളയും, തഹാറത്തിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ് എന്നതുപോലെ കദാലിക ആദിഹി നവാഖിദു തുബ്തിലു അൽ ഇസ്ലാമ അല്ലദി യതളമ്മനു തഹാറത്തൽ ഹഖീഖത്തൽ മാനവിയ. ഒറിജിനൽ ഹഖീഖിയായ മാനവിയായ തഹാറത്തായ ഇസ്ലാമിനെ എന്ത് ചെയ്യും? മുറിച്ച് കളയും. തഹാറത്ത് രണ്ട് രീതിയിലുണ്ട്, മാനവിയും ഹിസ്സിയും. ഇത് മാനവിയായ തഹാറത്താണ്. അഖീദ, ശരിയായ ദീൻ, അത് മാനവിയായ തഹാറത്താണ്. അതിനെ എന്ത് ചെയ്യും? ബാത്തിലാക്കി കളയും. ഫത്തൗഹീദ് വൽ ഈമാനു തുഹൂറുൻ, തൗഹീദും ഈമാനും ശുദ്ധിയാണ്. വലിഹാദ സമ്മല്ലാഹുൽ മുശ്രിക്കീന നജസുൻ, അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങളെ അള്ളാഹു നജസ് എന്ന് വിളിച്ചത്. ഖാല അല്ലാഹു തആല ഇന്നമൽ മുശ്രികൂന നജസുൻ, തീർച്ചയായും മുശ്രിക്കീങ്ങൾ നജസ് മാത്രമാണ് എന്ന് പറഞ്ഞു. വൽ മുഅ്മിനൂന ഖാല ഫീഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഅ്മിന ലാ യൻജുസ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞു മുഅ്മിൻ നജസാവുകയില്ല. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഇരിക്കാതെ മാറിപ്പോയി. അപ്പോൾ സദസ്സ് കഴിഞ്ഞിട്ട്, ഇൽമിൻ്റെ സദസ്സ് കഴിഞ്ഞിട്ട് റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ നീ എവിടെയായിരുന്നു, എന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ അബൂ ഹുറൈറ തന്നെ പറഞ്ഞു, ഞാൻ ജനാബത്തുകാരനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സദസ്സിൽ ഇരിക്കാതിരുന്നത്. അപ്പോൾ റസൂൽ പറഞ്ഞത് ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, മുഅ്മിൻ എന്താവുകയില്ല? നജസാവുകയില്ല, നജസല്ല. ഇത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ബറാഖ് ഹഫിളഹുല്ലാ നവാഖിദുൽ ഇസ്ലാമിൻ്റെ ഷറഹിൽ വിശദീകരിച്ച കാര്യമാണ്. കുൽത്തു, ഇദ്ദേഹം പറഞ്ഞ ഷാരിഹ് ഖാലിദ് അൽ മുശൈഖി ഹഫിളഹുല്ലാ, വലഅല്ലൽ മാന അല്ലദി ദക്കറഹു ഷെയ്ഖു അലാഹു ഹുവ മാ ഖസദഹു അൽ മുഅല്ലിഫു റഹിമഹുല്ലാ. ഈ ഒരു മാന തന്നെയാണ്
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ അബ്ദുറഹ്മാൻ അൽ ബറാഖ് പറഞ്ഞ ആ ഒരു മാന തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആലാഹു എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ബറാഖിനെ അള്ളാഹു ഉയർത്തട്ടെ എന്ന ഉദ്ദേശത്തിൽ ദുആ ചെയ്തതാണ്. വയഷ്ഹദു ലിദാലിക മാ ദക്റഹു ഫീ മുഖദ്ദിമത്തി റിസാലത്തി അൽ ഖവായിദുൽ അർബ. അൽ ഖവായിദുൽ അർബ എന്ന ഗ്രന്ഥത്തിൻ്റെ മുഖദ്ദിമയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബറാഖ് പറഞ്ഞ ഈ അർത്ഥത്തിന് സാക്ഷിയാണ്. അത് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിച്ചത് എന്നതിന് തെളിവാണ്. ഖവായിദുൽ അർബയിൽ അദ്ദേഹം പറഞ്ഞു, ഹൈസു ഖാല ഫൈദാ ദഖല ശിർക്കു ഫിൽ ഇബാദ, ഷിർക്ക് ഇബാദത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസദത്ത്, അതെയും ആ ഇബാദത്ത് ബാത്തിലാകും. കൽ ഹദസി ഇദാ ദഖല ഫി തഹാറ, ഹദസ് പോലെ അത് തഹാറത്തിൽ പ്രവേശിച്ചാൽ. ഷിർക്ക് ഇബാദത്തിൽ പ്രവേശിച്ചാൽ ഇബാദത്ത് ഫാസിദാകുന്നത് പോലെ ഫാസിദാകും. ഏതുപോലെ? തഹാറത്തിൽ ഹദസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നവാഖുൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ മറ്റൊരു ഗ്രന്ഥത്തിൽ നിന്നും എടുത്തുദ്ധരിച്ചിട്ട് സ്ഥിരപ്പെടുത്തുകയാണ്. ഇനി ഇത് ഗ്രന്ഥത്തിലേക്ക് ഷറഹിലേക്ക് കടക്കാണ്. ഖാലൽ മുഅല്ലിഫു റഹിമഹുല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഫ്തതഹ അൽ മുഅല്ലിഫു റഹിമഹുല്ലാഹു തആല കിതാബഹു ബിൽ ബസ്മല. ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ആരംഭിച്ചത് ബിസ്മി പറഞ്ഞുകൊണ്ടാണ്. ഇഖ്തിദാഅൻ ബി കിതാബില്ലാഹി അസ്സ വജല്ല, ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഫോളോ ചെയ്തുകൊണ്ട്. ഫൈന്നഹു മുഫ്തതഹും ബിൽ ബസ്മല, കാരണം ഖുർആൻ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്, ഫാത്തിഹ ബിസ്മി കൊണ്ടാണ് തുടങ്ങുന്നത്. വഖ്തിദാഅൻ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിൻപറ്റിക്കൊണ്ടാണ്, ഫോളോ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ബിസ്മി എഴുതിയത്. ഫൈന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്തതിഹു കുതുബഹു ബിൽ ബസ്മല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗ്രന്ഥങ്ങൾ എഴുതുക ബിസ്മി കൊണ്ടാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതുമ്പോൾ ബിസ്മി കൊണ്ട് ആരംഭിക്കും, സംസാരിക്കുമ്പോൾ ഹംദ് കൊണ്ട് ആരംഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് എഴുത്തുകളുണ്ട്. ആ എഴുത്തുകളൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന എഴുത്താണ് തുടങ്ങുന്നത്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഫോളോ ചെയ്തുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിലും ബിസ്മി കൊണ്ട് തുടങ്ങിയത്. ഖൗലുഹു ബിസ്മി, അൽ ബാഉ ഹർഫു ജർറിൻ, ബാ ഹർഫു ജറാണ്. വസ്മ ബിസ്മിയുടെ ബിസ്മി ഇസ്മി എന്നുള്ളത് ഇസ്മുൻ മജ്റൂറുൻ, മജ്റൂറായ ഇസ്മാണ്. വൽ ജാറു വൽ മജ്റൂറു ലഹുമ മുതഅല്ലഖുൻ, ജാർ മജ്റൂറിന് മുതഅല്ലഖുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ജാർ മജ്റൂർ ഒരു ഫേലുമായിട്ടോ അല്ലെങ്കിൽ ഫീലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കലിമത്തുമായിട്ട് ബന്ധം ഉണ്ടാവും, മുതഅല്ലഖായിരിക്കും. മുതഅല്ലഖുഹുമ ഫിഅലുൻ മഹദൂഫുൻ, ഇവിടെ ജാർ മജ്റൂറിൻ്റെ ഫിയൽ മുതഅല്ലഖ് ഫിഅലുൻ മഹദൂഫുൻ, കളയപ്പെട്ടൊരു ഫിയലാണ്. വഹാദൽ ഫിഅലുൽ മഹദൂഫു, ആ കളയപ്പെട്ട ഫിയൽ യുഖദ്ദറു ബിമാ യുനാസിബുൽ മഖാം, ആ മഖാമിനോട് യോജിച്ച രീതിയിൽ കണക്കാക്കപ്പെടണം. മഖാമിനോട് യോജിച്ച രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ പ്രവർത്തനം. ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി അഷ്റബു, കിതാബ് വായിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി അഖ്റഉ, തിന്നാണെങ്കിൽ ബിസ്മില്ലാഹി ആക്കുലു. അതാണ് യുനാസിബുൽ മഖാം, മഖാമിനോട് യോജിച്ച രീതിയിൽ തഖ്ദീർ ചെയ്യണം മഫീലിനെ. വഖുദ്ദിറൽ മുതഅല്ലഖു ഫിഅലൻ, ഇവിടെ മുതഅല്ലഖ് ഫീലാവണം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? ലിഅന്നൽ അസ്ല ഫിൽ അമലി അൽ അഫ്ആൽ, അമലിൻ്റെ അസ്ൽ എന്താണ്? ഫിഅലാണ്. ഫിഅലാണ് എപ്പോഴും ആമിലാകുക, എപ്പോഴും ആമിലാകേണ്ടത് ഫിഅലാണ്. പണ്ഡിതന്മാരുടെ ഒരു പ്രയോഗമാണ് അൽ അസ്ലു എന്ന് പറയും. അസ്ലും ഫറവും ഉണ്ട് പണ്ഡിതന്മാരുടെ പ്രയോഗത്തിൽ. ഉദാഹരണത്തിന് അൽ അസ്ലു ഫിൽ അസ്മായി അൽ ഇഅ്റാബ്, ഇസ്മകളുടെ അസ്ൽ ഇഅ്റാബാണ്, മോറബാണ്. അൽ അസ്ലു ഫിൽ അഫ്ആലി അൽ ബിനാ, ഫീലുകളുടെ അസ്ൽ ബിനാ ആണ് എന്ന് പറയും. എന്താണ് പറയുന്നത് വെച്ചാൽ, ഇനി ഏതെങ്കിലും ഒരു ഇസ്മ് മോറബ് അല്ലാണ്ട് കണ്ടാൽ പരിശോധിക്കണം എന്തുകൊണ്ട് അത് മബിനിയായി, കാരണം അസ്ൽ മോറബാണ്. ഇനി ഏതെങ്കിലും ഒരു ഫിയൽ മോറബായി കണ്ടാൽ പരിശോധിക്കണം അസ്ൽ ബിനാ ആണ്. അങ്ങനെ അൽ ഹുറൂഫ് കുല്ലുഹ മബിനിയ, ഹർഫുകളെല്ലാം മബിനിയാണ്. അപ്പോൾ ഈ അസ്ൽ എന്ന് പറയും. ഇവിടെ അൽ അസ്ലു ഫിൽ അമലി അൽ അഫ്ആൽ എന്ന് പറയാൻ കാരണം ആമിൽ എപ്പോഴും ഫിയലായിരിക്കും, ആമിൽ എപ്പോഴും ഫിയലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ലറബ സയ്യിദുൻ അംറൻ, സയ്യിദുൻ എന്ന ഫായിലിന് റഫ് കൊടുത്ത ആമിൽ ആരാണ്? ലറബ എന്ന ഫിയലാണ്.
അമ്രൻ എന്ന മഫ്ഊലിന് നെസ്ബ് കൊടുത്ത ആമിൽ ആരാണ്? ലറബ എന്ന ഫീലാണ്. ഫിയലാണ് എപ്പോഴും അമൽ ചെയ്യുക, ഫിയലാണ് എപ്പോഴും അമൽ ചെയ്യുക. ഇനി ഫിയലല്ലാത്ത ഒന്ന് അമൽ ചെയ്താൽ പരിശോധിക്കണം. ഇപ്പം ഹർഫ് അമൽ ചെയ്യും, ഇന്ന എന്ന ഹർഫ് ആമിലാണ്. എന്തുകൊണ്ട് അമൽ ചെയ്തു പരിശോധിക്കണം. കാരണം അമലിൻ്റെ അസ്ൽ എന്താണ്? അത് ഫിയലാകണം എന്നാണ്. അപ്പോൾ ഇന്ന എന്നുള്ള ഹർഫോട് അമൽ ചെയ്തു. ഇന്നല്ലാഹ പരിശോധിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും ഇന്ന എന്നുള്ളത് തുഷ്ബിഹു അൽ ഫിയൽ, ഫെയിലിനോട് സദൃശ്യമുണ്ട്, അതുകൊണ്ടാണ് അമൽ ചെയ്തതെന്ന് പറയാം. കാരണങ്ങൾ പറയും. ഫെയിലല്ലാത്ത ഒന്ന് അമൽ ചെയ്താൽ അതിന് കാരണങ്ങൾ കണ്ടെത്തണം. ഓരോ പണ്ഡിതന്മാർ ഓരോ കാരണങ്ങൾ പറയും. അതാണ് ഫെയിലിനെ സങ്കല്പിക്കണം എന്ന് പറയാൻ കാരണം ലിഅന്നൽ അസ്ല ഫിൽ അമലി അൽ അഫ്ആൽ, അമലുകളുടെ അസ്ൽ എന്താണ്? ഫെയിലാകണം എന്നാണ്. ഫെയിലാണ് അസ്ല്. ഇപ്പോൾ ഒരു ഇസ്മ അമൽ ചെയ്താൽ, ഇപ്പോൾ ഇസ്മു ഫായിൽ അമൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടത് അമൽ ചെയ്തു? അതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കണം. കാരണം ആമില് ആരാവണം എന്നാണ്? ഫെയിലാകണം എന്നാണ്. അതൊരു നെഹ്വി പണ്ഡിതന്മാരുടെ ഒരു ചർച്ചയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫെയിലിനെ തക്ദീർ ചെയ്യാനുള്ള കാരണം, ഒരു കാരണം പറയാണ്. നമ്മളെന്താ പറഞ്ഞത്? ഫെയിലിനെ തക്ദീർ ചെയ്യണം എന്നല്ലേ? ജാറു മജറൂറിന് ഒരു മുതഅല്ലഖ് ഉണ്ട്, ആ മുതഅല്ലഖ് കളയപ്പെട്ടൊരു ഫിയലാണെന്ന് പറഞ്ഞു. ആ ഫിയൽ ആകാനുള്ള കാരണം എന്താണ്? അൽ അസ്ലു ഫിൽ അമലി അൽ അഫ്ആൽ, അമലിൻ്റെ അസ്ൽ എന്താണ്? അത് ഫെയിലാകണം എന്നതാണ്. രണ്ടാമത്തേത് ഖുദ്ദിറ മുനാസിബൻ, യോജിച്ച രീതിയിൽ തക്ദീർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ലിഅന്നഹു അദല്ലു അലൽ മുറാദ്. അപ്പോൾ മഖാമിനോട് യോജിച്ച രീതിയിൽ പറയുമ്പോഴാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നത് നമുക്ക് മനസ്സിലാകുക. ഇപ്പം ബിസ്മില്ലാഹി അബ്തദി എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തുടങ്ങുന്നു എന്ന് കിട്ടൂല. അഷ്റബു എന്ന് പറഞ്ഞെങ്കിലോ കുടിക്കുന്നു എന്ന് കിട്ടി, ആക്കുലെന്ന് തിന്നു കിട്ടി, അക്റവ് വായിക്കുന്നു കിട്ടി. അപ്പോൾ യുനാസിബുൽ മക്കാം, മക്കാമിനോട് യോജിച്ച രീതിയിൽ ഫീലിനെ തക്ദീർ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആൾ എന്താ ഉദ്ദേശിച്ചതെന്ന് കിട്ടി. അതുകൊണ്ടാണ് മുനാസിബൽ മക്കാം ആവണം, മാ യുനാസിബുൽ മക്കാം എന്നും പറയാൻ കാരണം. പിന്നെയും പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും ഇതിന് നൽകിയിട്ടുണ്ട്. അതായത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ബിസ്മില്ലാഹിക്ക് ഷർഹ് പറയുമ്പോൾ എല്ലാം പറയുന്ന കാര്യം രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫെയിലിനെ തക്ദീർ ചെയ്യുമ്പോൾ, ഫെയിലിനെ തക്ദീർ ചെയ്യണം. ഇസ്മിനേക്കാൾ തക്ദീർ ചെയ്യേണ്ടത് ഫെയിലിനാണ്. അതുകൊണ്ട് അൽ അസ്ലു ഫിൽ അമലി അൽ അഫ്ആലാണ്. അതുകൊണ്ട് ഫെയിലിനെ തക്ദീർ ചെയ്യണം. രണ്ട്, ആ ഫെയിൽ മുതഅഖിറാകണം. ബിസ്മില്ലാഹി അക്റഉ എന്ന് പറയണം. അക്റഉ ബിസ്മില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ അഷ്റബു ബിസ്മില്ല എന്ന് പറയരുത്. പിന്നെയോ ബിസ്മില്ലാഹി അക്റഉ, അഷ്റബു തഅഖീർ ചെയ്യണം, പിന്തിപ്പിക്കണം. എന്താണ് കാര്യം? രണ്ട് കാര്യങ്ങളാണെന്ന് പറയും. ഒന്ന്, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് തുടങ്ങാൻ. അക്റഉ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അക്റഉ ആദ്യം തുടങ്ങിയില്ലേ, പിന്നെയല്ലേ ബിസ്മില്ല വരുന്നത്. അപ്പോൾ ബിസ്മില്ലാഹി അക്റഉ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങലായി, അതിൽ ബർക്കത്തുണ്ട്. രണ്ടാമത്തേത് ഹസ്റിൻ്റെ അർത്ഥം കിട്ടും, മാത്രം എന്ന അർത്ഥം കിട്ടും. ബിസ്മില്ലാഹി അക്റഉ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് മാത്രമാണ് ഞാൻ ആരംഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ പേരിനെ മുൻനിർത്തി, അള്ളാഹുവിൻ്റെ സഹായം തേടി ആ പേര് കൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ട് മാത്രം, വേറെ ഒരു പേര് കൊണ്ടുമല്ല, അള്ളാഹിൻ്റെ പേര് കൊണ്ട് മാത്രം എന്ന അർത്ഥം കിട്ടാനും ഫെയിലിനെ പിന്തിപ്പിക്കൽ വേണ്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. പിന്നെ ഇസ്മ എന്നുള്ളത് ഇവിടെ മുഫ്രദാണ്. ഉസൂൽ ഫിഖിലെ ഒരു കായികയാണ്, മുഫ്രദ് മുലാഫായിട്ട് വന്നാൽ യുഫീദു അൽ ഉമൂം, ആമിൻ്റെ അർത്ഥം കിട്ടും. മുഫ്രദ് മുലാഫ് യുഫീദുൽ ഉമൂം. അപ്പോൾ ഇസ്മ എന്ത്? ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അസ്മാഇല്ല എന്ന അർത്ഥം, അള്ളാഹുവിൻ്റെ സകല പേരുകളെ കൊണ്ടും എന്നാണ് അർത്ഥം. ബിസ്മില്ല. നമുക്ക് ഇനി ഫൈദ കുൽത്ത ബിസ്മില്ല ഇന്ദൽ ഖിറാഅത്തിന്റെ സന്ദർഭത്തിലാണ് ബിസ്മില്ല എന്ന് പറയുന്നതെങ്കിൽ ഫയകൂനു തഖ്ദീർ ബിസ്മില്ലാഹി അഖ്റഉ. വൈദ അറത്ത അൻ തദ്ബഹ കുൽത്ത ബിസ്മില്ലാഹി അദ്ബഹു എന്ന് പറയണം. ഫതഖ്ദീറു ബിസ്മില്ലാഹി അദ്ബഹു ആർക്കുമ്പോൾ ഹാക്കദ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫനഖൂലു മുതഅല്ലഖുൽ ജാരി വൽ മജ്റൂരി ഫിഅലുൻ മഹ്ദൂഫുൻ. മുതഅല്ലഖുൽ ജാരി വൽ മജ്റൂർ, ജാർ മജ്റൂറിന്റെ മുതഅല്ലഖ് ഫിഅലുൻ മഹ്ദൂഫുൻ, കളയപ്പെട്ടൊരു ഫിഅലാണ് നമ്മൾ പറഞ്ഞു. വഹാദൽ ഫിഅലു യുഖദ്ദറു ബിമാ യുനാസിബുൽ മഖാം, ആ ഫീൽ തന്നെ മഖാമിനോട് യോജിച്ചുകൊണ്ട് തഖ്ദീർ ചെയ്യണമെന്നും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇനി അടുത്തത് അല്ലാഹ്. ബിസ്മി ഇല്ലാഹി, ബിസ്മില്ലാഹി. അസ്ലുഹ അൽ ഇലാഹ്. അള്ളാഹ് എന്നുള്ളത് അതിൻ്റെ അസ്ൽ എന്താണ്? ഇലാഹ്. ഇലാഹിൽ നിന്നുമാണ് അള്ളാഹ് എന്ന പേരുണ്ടായത്. വഹുദിഫത്തിൽ ഹംസത്തു, ഹംസ കളയപ്പെട്ടു.
ഇലാഹിൻ്റെ ഈ ഇല്ലേ, ഈ അൽ ഇലാഹിൻ്റെ ഈ ആ ഹംസ കളയപ്പെട്ടു. അപ്പം എന്തായി? ആ കളഞ്ഞാൽ ഉദ്ഗീമത്തിൽ ലാമു ഫില്ലാം, ലാമിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്തു, അള്ളാ എന്നായി. അങ്ങനെയാണ് അള്ളാ എന്നായത്. ഫഖീല അള്ളാ, ഇതെന്ത് പറയണം? അള്ളാ എന്ന് പറയണം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കലിമത്താണ് ഇത്. അള്ളാഹ് എന്നുള്ളത് മുസ്തഖാണോ മുർത്തജിലാണോ, അതായത് മറ്റൊന്നിൽ നിന്നും ഉൾത്തിരിഞ്ഞു വന്നതാണോ, അതല്ല പണ്ട് മുതലേ അള്ളാഹ് എന്നുള്ള പേര് അള്ളാഹ്ക്കുള്ള പേരാണോ എന്ന വിഷയത്തിൽ പണ്ഡിതർ ചർച്ചയുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് അത് മുർത്തജിലാണ്. പണ്ട് മുതലേ എന്താണ് അള്ളാഹ് എന്നുള്ള പേരാണ് അള്ളാഹ്ക്ക് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ അലിഫുല്ലാവും എന്താണ്? അസ്ലിയാണ്, ഹക്കീക്കിയാണ്. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞത് മുസ്തഖാണ്. മുസ്തഖാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഈ വർത്താനം പറഞ്ഞത്. അലിഹ യഇലഹു ഇലാഹൻ ഇലാഹത്തൻ, അലിയ യഹിലഹു എന്ന ഫീൽ നിന്നും മുസ്തഖായി വന്നതാണ്. ആബിദ, സക്കന, ഫസിയ ഇലൈഹി എന്നൊക്കെ അർത്ഥം കിട്ടുന്ന പ്രയോഗമാണ് അലിഹ. അപ്പോൾ അള്ളാഹു ഇലാഹാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകൾ ഇബാദത്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്ക് പേടിച്ച് ചെല്ലുന്നു, അള്ളാഹുവിൽ സമാധാനം കണ്ടെത്തുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അൽ ഇലാഹി എന്നുള്ളത് മസ്ദറാണ്, അത് ഇസ്മഫൂലിൻ്റെ സീഗയിൽ പ്രയോഗിച്ചതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് എന്ന അർത്ഥമുള്ള മസ്ദറാണ്, അതിനെ മഅ്ലൂഹ് മഅബൂദ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ അള്ളാഹ് എന്ന കലിമത്തിനെ സംബന്ധിച്ചിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് അസ്ലി ഇലാഹ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹം മുസ്തഖാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. അൽ ഇലാഹ് എന്നതിൽ നിന്നും ഉണ്ടായതാണ്. എന്നിട്ടും ഇലാഹിൻ്റെ ഹംസയെ കളഞ്ഞിട്ട് രണ്ട് ലാമിനെയും ഇദ്ഗാം ചെയ്ത് അള്ളാഹ് എന്ന് മൊഴിഞ്ഞതാണ് എന്ന്. വമാന ഹാദൽ ഇസ്മി അൽ അലീം, ഈ അലീമായ മഹത്വമുള്ള ഇസ്മിൻ്റെ മാന ദുൽ ഉലൂഹിയത്തി വറുബൂബിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ, ഉലൂഹിയത്തും റുബൂബിയത്തും ഉടയവൻ എന്നാണ് അള്ളാഹ് എന്ന കലിമത്തിൻ്റെ അർത്ഥം. വഹാദ ഇസ്മുൻ ഖാസും ബില്ലാഹി അസ്സ വജല്ല, ഇത് അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. ഈ പേര് വേറെ ആർക്കും ഇടാൻ പാടില്ല, അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. വഹു ആറഫുൽ മാരിഫ്, അത് അറിയപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും അറിഞ്ഞ കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിഹാദ ബഖിയത്തു അസ്മാ ഇല്ലാഹി അസ്സ വജല്ല തുർജഉ എന്ന് തർജിഉ ഇലാ ഹാദൽ ഇസ്ം, മറ്റെല്ലാ ഇസ്മുകളും അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ടല്ലോ, എല്ലാ നാമങ്ങളും ഈ നാമങ്ങളിലേക്കാണ് മടങ്ങുക. ഫനഖൂലു അർറഹ്മാൻ എന്നുള്ളത് മിൻ അസ്മാ ഇല്ലാഹ്, അള്ളാഹിൻ്റെ ഇസ്മാണെന്നാണ് പറയുക. എന്ത് പറയാറില്ല? വലാ നഖൂൽ, നമ്മൾ പറയാറില്ല അള്ളാഹ് എന്നുള്ളത് മിൻ അസ്മാ റഹ്മാൻ, റഹ്മാൻ എന്നതിൻ്റെ ഇസ്മാന്ന് പറയാറില്ല. അപ്പോൾ അള്ളാഹ് എന്നുള്ളത് അള്ളാഹിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ ഇസ്മയുടെ കൂട്ടത്തിൽ ഏറ്റവും ആഴമായ ഇസ്മാണ് അള്ളാഹ് എന്നുള്ളത്. ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, അള്ളാഹ് എന്നുള്ളത് ഇസ്മല്ല, അതൊരു ദൈവം എന്നൊരാളുടെ പേര്, മറ്റെല്ലാം ഇസ്മാണെന്നല്ല. അള്ളാഹ് എന്ന ഒരു ദാത്തിൻ്റെ പേരാണ് അള്ളാഹ്, ഏറ്റവും ആഴമായ ഇസ്മാണ് അള്ളാഹ്. ആ ഇസ്മിലേക്കാണ് മറ്റെല്ലാ ഇസ്മുകളും മടങ്ങുന്നത്. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇസ്മാണെന്നാണ് പറയാം. അപ്പം അള്ളാഹ് എന്നുള്ളതോ അതും അള്ളാഹിൻ്റെ ഒരു ഇസ്മാണ്, ഏറ്റവും ആഴമായ ഇസ്മാണ് അള്ളാഹ്. അടുത്തത് അർ റഹ്മാൻ, ബിസ്മില്ലാഹി അർ റഹ്മാനി മാനാഹു ദുർ റഹ്മത്തിൽ വാസിഅ, റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ റഹ്മത്തുടയവൻ, വിശാലമായ റഹ്മത്തുടയവൻ. വഹു ഐദൻ മിൻ അസ്മാഇല്ലാഹിൽ ഖാസത്തി ബിഹി, അള്ളാഹുവിന് മാത്രം ഉള്ള പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അർ റഹ്മാൻ, അള്ളാഹുവിന് മാത്രം പറഞ്ഞതാണ്. മറ്റുള്ളവർക്ക് റഹ്മാൻ എന്ന് പ്രയോഗിക്കൂല, റഹീമിനെ പ്രയോഗിക്കുള്ളൂ. റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന് മാത്രം പ്രയോഗിക്കുന്ന പേരാണ്. ഒരാളെ സംബന്ധിച്ചിട്ട് ഓൻ റഹ്മാനാണ് എന്ന് പറയില്ല, ഓൻ റഹീമാണ് എന്ന് പറയാം. റസൂലിനെ സംബന്ധിച്ചിട്ട് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് റഹീമാണ് എന്നുള്ളത്, പക്ഷെ റഹ്മാനാണെന്ന് പ്രയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് റഹ്മാൻ എന്ന് ആരെയും വിശേഷിപ്പിക്കാൻ പാടില്ല. അബ്ദുറഹ്മാൻ പേരിടാ, അത് റഹ്മാൻ്റെ അബ്ദ് എന്നാണ് അർത്ഥം. ഒരാൾ വിശേഷിപ്പിക്കുമ്പോൾ ഓൻ ഭയങ്കര റഹ്മാനാണ് എന്ന് പറയില്ല, ഓൻ ഭയങ്കര റഹീമാണ് എന്നേ പറയൂ. റഹ്മാൻ എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. അതിൻ്റെ അർത്ഥം വിശാലമായ റഹ്മത്തുടയവൻ, റഹ്മത്ത് ഉടയവൻ, വിശാലമായ റഹ്മത്തുടയവൻ. അർ റഹീം മാനാഹു ദുർ റഹ്മത്തിൽ വാസില, ആദ്യത്തത് വാസിഅ, രണ്ടാമത്തത് വാസില, എത്തുന്ന റഹ്മത്തുടയവൻ, എത്തുന്ന റഹ്മത്തുടയവൻ. ഫല്ലാഹു അസ്സ വജല്ല അൽ മൂസിലു റഹ്മതഹു മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു അവൻ്റെ റഹ്മത്തിനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ്റെ അടിമകളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എത്തിക്കുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു. അപ്പോൾ റഹ്മത്തുടയവനും
റഹ്മത്ത് ചെയ്യുന്നവനും. അർ റഹ്മാൻ വിശാലമായ റഹ്മത്തുടയവൻ. അർ റഹീം മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ. അതാണ് അർ റഹ്മാൻ റഹീം, വിശാലമായ റഹ്മത്തുടയവനും അടിമകളോട് കാരുണ്യം കാണിക്കുന്നവനുമായ. അർ റഹ്മാൻ അർ റഹീം എന്നുള്ളത് അള്ളാഹ് എന്ന ഇസ്മിൻ്റെ സിഫത്താണ്. ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം. പണ്ഡിതന്മാർ പല വജ്ഹകളും ഈ ഖിറാഅത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് മജ്റൂറായിട്ട്, കാരണം മൗസൂഫ് മജ്റൂറായത് കൊണ്ട് സിഫത്തും മജ്റൂറായിട്ട്, മൻസൂബായിട്ട് വായിച്ചവരുണ്ട്, മർഫുവായിട്ട് വായിച്ചവരുണ്ട്. ബിസ്മില്ലാഹി അർ റഹ്മാൻ അർ റഹീം, ബിസ്മില്ലാഹി അർ റഹ്മാനുർ റഹീം. അതിനൊക്കെ പണ്ഡിതന്മാർ, നഹ്വിൻ്റെ പണ്ഡിതന്മാർ വജ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹി ഹുവ അർ റഹ്മാനുർ റഹീം, ബിസ്മില്ലാഹി ആനി അർ റഹ്മാൻ അർ റഹീം, അങ്ങനെയൊക്കെ സങ്കല്പിച്ചിട്ട് പറഞ്ഞവരുണ്ട്. ഇതാണ് ബിസ്മില്ലാഹി റഹ്മാനുർ റഹീം എന്നുള്ളതിൻ്റെ ചെറിയ വിവരണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ കിതാബിൻ്റെ ചർച്ചയിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ ആയത്തിൽ പഠിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.